മലയാള സിനിമയിലെയും മിനി സ്ക്രീനിലെയും നിരവധി താരങ്ങൾ തങ്ങളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ താരങ്ങൾ പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്ലിനിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വെറുതെ ലോക്കൽ ക്ലിനിക്കിൽ പോയി ആരും പണി വാങ്ങരുത്. മാത്രമല്ല, ലോക്കൽ ക്ലിനിക്കിൽ ചെന്ന് ഇൻഫെക്ഷനും സാധ്യത കൂടുതലാണ്. മുടിയാണ്, അത് നഷ്ടപ്പെട്ടാൽ ഒരു ഭംഗിയും കാണില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഓരോ താരങ്ങളും തിരഞ്ഞെടുത്ത ക്ലിനിക്കുകളുടെ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉപകാരപ്പെടും. അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം. ജയസൂര്യ തന്റെ മുടിയുടെ കാര്യത്തിൽ വന്ന മാറ്റങ്ങൾക്കായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചികിത്സ തേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ 2 ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ജയസൂര്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും ദുബായിലെ പ്രമുഖ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനായ ഡോക്ടർ സജാദ് ഖാനെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളും വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏകദേശം 4000-ലധികം ഗ്രാഫ്റ്റുകൾ ഉപയോഗിച്ചുള്ള ലോങ് ഹെയർ ഹോളിക്കുലാർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റ് ആണ് തിരഞ്ഞെടുത്തത്. മുൻപ് പ്രേതം, അപ്പോത്തിക്കരി തുടങ്ങിയ സിനിമകൾക്കായി അദ്ദേഹം തല മൊട്ടയടിച്ചിരുന്നു. ഇതിനുശേഷം മുടി സ്വാഭാവികമായി വളരാൻ സമയമെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഹെയർലൈനിലും സാന്ദ്രതയിലും വന്ന മാറ്റങ്ങൾ ട്രാൻസ്പ്ലാന്റിന്റെ ബലമാണ്. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളിൽ, പ്രത്യേകിച്ച് കത്തനാർ പോലുള്ള വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ലുക്കുകളിൽ മുടിയുടെ സാന്ദ്രതയിൽ വലിയ മാറ്റം ശ്രദ്ധിച്ചാൽ പ്രകടമാണ്. ജയസൂര്യയുടെ മകൻ അദ്വൈതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വിവരം ജയസൂര്യ തന്നെ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. നടൻ അർജുൻ അശോകനും തന്റെ മുടിയുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചികിത്സ തേടിയിട്ടുണ്ട്. അർജുൻ അശോകൻ തിരഞ്ഞെടുത്തത് മുടി മുറിക്കാതെ തന്നെ ചെയ്യുന്ന നോൺ ഷേവൻ രീതിയിലുള്ള ട്രാൻസ്പ്ലാന്റ് ആണ്. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ ലുക്ക് മാറാതെ തന്നെ മുടി വെച്ചുപിടിപ്പിക്കുവാൻ ഈ രീതി സഹായിച്ചു. ക്ലിനിക്കിന്റെ ഔദ്യോഗിക പേജുകളിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഴയ സിനിമകളിലെ ഹെയർ സ്റ്റൈലുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ലുക്കിൽ ഹെയർ ലൈൻ കൂടുതൽ കൃത്യമായതും മുടിക്ക് നല്ല കട്ടിയുമായിട്ടുണ്ട്. നടൻ ടൊവിനോ തോമസ് തന്റെ മുടിയുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹെയർ ലൈനിലും ലുക്കിലും വന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ടൊവിനോ തോമസും മറ്റൊരു യുവനടനും ചേർന്ന് വിദേശത്ത് വെച്ചാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. മിന്നൽ മുരളി, തല്ലുമാല തുടങ്ങിയ സിനിമകൾക്ക് മുൻപും ശേഷവും അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ഷെയ്ൻ നിഗവും തന്റെ ഹെയർ ലൈൻ ശരിയാക്കുന്നതിനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയും കൊച്ചിയിലെ ലാ ഡെൻസിറ്റി ക്ലിനിക്കിൽ നിന്നാണ് ചികിത്സ തേടിയത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ക്ലിനിക്കിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ലഭ്യമാണ്. കൂടാതെ ഉണ്ണിമുകുന്ദ ഹെയർ സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളും ചർച്ചയായിരുന്നു. അദ്ദേഹം നേരിട്ട് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മുടിയുടെ സാന്ദ്രത കൂട്ടുന്നതിനായി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ മുൻപിലെ മുടി കൊഴിച്ചിൽ പരിഹരിക്കുവാനായി അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതായി സിനിമാ വൃത്തങ്ങളിൽ സംസാരമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ലുക്കുകളിൽ ഹെയർ ലൈൻ വളരെ കൃത്യമായതുമാണ്. പ്രശസ്ത സിനിമ ബിഗ് ബോസ് താരം മണിക്കുട്ടനും തന്റെ മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹെയറോ ക്രാഫ്റ്റ് ക്ലിനിക്കിലൂടെയാണ് അദ്ദേഹം ഇത് ചെയ്തത്. നടൻ വിനായകന്റെ ലുക്കിലുണ്ടായ മാറ്റങ്ങളും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചികിത്സയുടെ ബലമാണ്. വിനായകൻ തന്റെ ഹെയർ ലൈൻ ശരിയാക്കുന്നതിനും മുടിയുടെ തിക്നെസ് വർദ്ധിപ്പിക്കുന്നതിനുമായി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതും കൊച്ചിയിലെ ലാ ഡെൻസിറ്റിയിലാണ് ചെയ്തത്. മുമ്പ് നെറ്റിയുടെ ഇരുവശങ്ങളിലും മുടി കുറവായിരുന്ന വിനായകന്റെ പുതിയ ലുക്കിൽ, പ്രത്യേകിച്ച് ജയിലർ കഴിഞ്ഞുള്ള സിനിമകളിൽ മുടിയുടെ സ്റ്റൈലിൽ പ്രകടമായ മാറ്റം കാണാമായിരുന്നു. ക്ലിനിക്കിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വിനായകൻ ചികിത്സ തേടിയതിന്റെയും ഡോക്ടർമാരുമായുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. സൗബിൻ ഷാഹിർ തന്റെ മുടികൊഴിച്ചിൽ പരിഹരിക്കുവാനായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വിവരം പരസ്യമായി വെളിപ്പെടുത്തിയ താരമാണ്. കൊച്ചിയിലെ ലാ ഡെൻസിറ്റിയിലാണ് അദ്ദേഹവും ഇത് ചെയ്തത്. അദ്ദേഹത്തിന്റെ പഴയ സിനിമകളിലെ, ഉദാഹരണത്തിന് പ്രേമം ലുക്കും പുതിയ സിനിമകളിലെ ലുക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുടിയുടെ സാന്ദ്രത വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ലുക്കിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. ഇതിന്റെ വീഡിയോകൾ ക്ലിനിക്കിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ലഭ്യമാണ്. സീരിയൽ സിനിമാ താരം അസീസ് നെടുമങ്ങാടും തന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയെക്കുറിച്ച് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഷണ്ടി കാരണം താൻ നേരിട്ട ആത്മവിശ്വാസക്കുറവിനെക്കുറിച്ചും വിഗ് ഉപയോഗിക്കുമ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹം അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റിന് ശേഷം വലിയൊരു മാറ്റമാണ് അദ്ദേഹത്തിന്റെ ലുക്കിലുണ്ടായത്. കൊച്ചിയിലെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ എന്ന ക്ലിനിക്കിൽ വെച്ചാണ് അദ്ദേഹം ഈ ചികിത്സ പൂർത്തിയാക്കിയത്. തന്റെ ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് പലർക്കും ചികിത്സയെക്കുറിച്ചുള്ള പേടി മാറ്റുവാൻ സഹായിച്ചു. നടൻ സുരാജ് വെഞ്ഞാറമൂടും തന്റെ ഹെയർ ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനായി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. മുടി കൊഴിച്ചിലും ഹെയർ ലൈനിലെ കുറവും കാരണം തന്റെ ആത്മവിശ്വാസവും വീണ്ടെടുക്കുന്നതിനും
ലുക്കിൽ മാറ്റം വരുത്തുന്നതിനുമായി അദ്ദേഹം ഈ ചികിത്സ ചെയ്തു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ള സിനിമകളിൽ പ്രായമായ വേഷത്തിനായി അദ്ദേഹം തലമൊട്ടയടിച്ചിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്വാഭാവിക ലുക്കുകളിൽ മുടിയുടെ തിക്നെസ് കൂടിയതായി കാണാം. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളും പുതിയ ലുക്കുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഹെയർലൈനിൽ വന്ന പ്രകടമായ മാറ്റം ട്രാൻസ്പ്ലാന്റിന്റെ ബലമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നടൻ സണ്ണി വെയിനും തന്റെ മുടിയുടെ തിക്നെസ് വർദ്ധിപ്പിക്കുന്നതിനായി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. താരം നേരിട്ട് വലിയ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയില്ലെങ്കിലും ക്ലിനിക്കിന്റെ ഔദ്യോഗിക പേജുകളിൽ സണ്ണി വെയിൻ ചികിത്സ തേടുന്നതിന്റെയും ഡോക്ടർമാരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്തെ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ലുക്കിൽ മുടിയുടെ സാന്ദ്രതയിലും സ്റ്റൈലിലും വന്ന പോസിറ്റീവായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കൂടാതെ ഷൈൻ ടോം ചാക്കോയും ലാ ഡെൻസിറ്റി ക്ലിനിക്കിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിൽ നമുക്ക് ലഭ്യമാണ്. സിനിമ കോമഡി താരം നോബി മാർക്കോസും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്തത് തിരുവനന്തപുരത്തെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ക്ലിനിക്കിലാണ്. അടുത്തതായി നമ്മുടെ പാൻ ഇന്ത്യൻ സൂപ്പർ താരം പ്രഭാസ് ആണ്. പുള്ളി ബാഹുബലിക്ക് മുൻപ് വരെ ഏകദേശം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി നീട്ടി വളർത്തി പക്ക ഒറിജിനൽ ഹെയർ ആയിട്ടായിരുന്നു ബാഹുബലി ചെയ്തത്. അതിൽ ഇങ്ങരുടെ ലുക്കിന്റെ ഓറയും ഒറിജിനാലിറ്റിയും ഒന്ന് വേറെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും പഴയ അതേ അവസ്ഥയിലേക്ക് എത്തി. നിലവിൽ അടുത്തിടെ വന്ന എല്ലാ പടങ്ങളിലും പുള്ളി വിഗ്, ഹെയർ പാച്ചസ് യൂസ് ചെയ്യാൻ തുടങ്ങി, ഈവൻ ഇന്റർവ്യൂസ് വരെ. പിന്നെ നമ്മുടെ മെയിൻ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടില്ല. പകരം അവർ പ്രധാനമായും ഹെയർ പാച്ചുകളും മികച്ച രീതിയിലുള്ള വിഗുകളുമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ ജനറ്റിക്കായി കഷണ്ടി ഉള്ളവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും ഒരു സമയം കഴിയുമ്പോൾ അത് വീണ്ടും കൊഴിഞ്ഞു പോകും. DHT എന്ന ഹോർമോൺ തന്നെയാണ് ഇതിലെ വില്ലൻ. തലയിലെ മുടി, മുഖത്തെ മീശയും താടിയും ഇതൊക്കെ കട്ടിക്കാക്കുന്നതും ഈ സെയിം ഹോർമോൺ തന്നെയാണ്. ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന അവസ്ഥയിൽ എത്തിയെങ്കിൽ ഏറ്റവും മികച്ച ക്ലിനിക്ക് തന്നെ ആശ്രയിക്കുക. വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ക്ലിനിക്കുകളിൽ ചെല്ലുക. ചുമ്മാ അവിടെ വിലക്കുറവാണ്, ഇവിടെ റേറ്റ് കുറവാണെന്നും പറഞ്ഞ് വല്ല ക്ലിനിക്കിലും പോയി തല വെക്കരുത്. താരങ്ങൾ പ്രധാനമായും തിരഞ്ഞെടുത്ത ക്ലിനിക്കുകൾ വീണ്ടും ഒന്നുകൂടെ പറയാം. കൊച്ചിയിലെ ലാ ഡെൻസിറ്റി ഹോസ്പിറ്റൽ, അവർക്ക് തിരുവനന്തപുരം, കോഴിക്കോട് ശാഖകളുണ്ട്. പിന്നീട് വരുന്നത് ക്യൂട്ടീസ് ഇന്റർനാഷണൽ, കൊച്ചി, തിരുവനന്തപുരം. അടുത്തത് ഹെയർ ഓഫ് ക്രാഫ്റ്റ്, ഇവിടൊക്കെ നല്ല ചികിത്സ ലഭിക്കും. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ. ഭംഗിയുടെ കാര്യം വരുമ്പോൾ മുഖം എത്ര കിടിലൻ ലുക്കാണെങ്കിലും ഹെയർ ലൈൻ ഒന്ന് കയറിയാൽ എത്രത്തോളം മാറ്റം വരുമെന്ന് നമ്മൾ തന്നെ കാണുന്നു. എന്തിനേറെ പറയുന്നു, 25 വയസ്സായവനെ കണ്ടാൽ 35 ആയല്ലേ എന്ന് വരെ ചോദിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത രസകരമായ കണ്ടന്റുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.